ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫേസിനും ഹെയറിനും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കിന് വേണ്ടിയിട്ടാണ്. അതിന് വെറും 3 ഇൻഗ്രീഡിയൻസ് മതി. ഉലുവ, വെളുത്തുള്ളി, നാരങ്ങാനീര്. അതിനായിട്ട് നമുക്ക് ആദ്യം ഉലുവ വെള്ളത്തിലിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. കുറച്ച് നാരങ്ങാനീര് കൂടി പിഴിഞ്ഞിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. തലയിൽ തേക്കാനുള്ളതിൽ ആ വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്യാം. മുഖത്തിടാനുള്ളതിൽ വെളുത്തുള്ളി ചേർക്കണ്ട. തലയിൽ ഇടാനുള്ളതിൽ നമ്മൾ എടുത്ത് വെച്ച അല്ലിയെല്ലാം അതിലേക്കിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഫേസിലേക്ക് ഇടാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ആ വെളുത്തുള്ളിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഗ്ലോ ആൻഡ് സ്മൂത്തായി കിട്ടും. ഇതിട്ടതിന് ശേഷം നമുക്ക് ഫേസ് വാഷോ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മളെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇതിട്ടിട്ട് പോയാൽ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഉലുവ കുതിർത്ത വെള്ളം തന്നെ ഇട്ട് ഞാനിതിൽ ഒഴിച്ചത്, വേറെ വെള്ളമൊന്നും എടുത്തില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിന് പകരം പാല് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ, മുഖത്ത് തേക്കാനായിട്ട്. തലയിൽ തേക്കാനുള്ളതിൽ ചേർക്കണ്ട, മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് മുഖത്ത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കത് ഫേസിൽ ശരിക്കും ആകുന്നില്ലായിരുന്നു, വെള്ളം കുറവായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ പാലായിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നായേനെ. വെള്ളം ആയതുകൊണ്ടായിരിക്കാം അതങ്ങനെ ആയത്. ഫേസിൽ അങ്ങോട്ട് ഇട്ടാവുന്നില്ല. അപ്പം ഞാൻ നല്ലോണം എന്നാലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വഴുവഴുപ്പുണ്ടായിരുന്നു അതിന്, ഫേസിൽ അങ്ങോട്ട് ശരിക്കും ഇരിക്കുന്നില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആക്കി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇതൊരു ഡെയിലി ചെയ്താൽ നന്നായിരിക്കും. ഡെയിലി ചെയ്യാൻ പറ്റാത്തവർക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്താൽ നമ്മുടെ സ്കിന്ന് ഇച്ചിരി ഗ്ലോ ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ഉലുവ ആയതുകൊണ്ട് കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലൊരു വളരെ നല്ലൊരു കൂട്ടാണ് ഈ ഉലുവയെന്ന് പറഞ്ഞാൽ. ഉലുവ കുതിർത്ത് നമ്മൾ എങ്ങനെ ചെയ്താലും അത് നല്ലൊരു ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത് ഉലുവ കൊണ്ട്. പിന്നെ കുറച്ച് ക്ഷമയും കൂടി വേണം കേട്ടോ ഇത് ചെയ്യുമ്പോൾ. കാരണം വേറെ ഒന്നുമല്ല, ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് ഇത് ഒന്ന് വഴുതി പോകണമായിരുന്നു. കയ്യിൽ നിൽക്കണില്ല, നമ്മുടെ മുഖത്തും നിൽക്കില്ല, അതുപോലെ വേണം. അപ്പോൾ കുറച്ച് ക്ഷമയോടെ വേണം നമുക്കിത് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളിത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത്, ആകെ 1-1.5 സ്പൂൺ ഉലുവ മാത്രം എടുത്താൽ മതി. അത് മുഖത്തിനും തലയിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട്. മാക്സിമം 2 സ്പൂൺ, അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കണമെന്നില്ല. ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തതിൻ്റെ ബാലൻസും കൂടെ ഞാൻ തലയിൽ തേച്ചായിരുന്നു. അപ്പോൾ എനിക്ക് കഴുകാൻ ഒത്തിരി ടൈം എടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം 2 സ്പൂൺ എടുത്താൽ മതിയാവും. അതിൽ കൂടുതൽ എടുക്കേണ്ട ഒരാവശ്യമില്ല. തലയിൽ തേക്കാന്നതിന് കുറച്ചും കൂടെ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി തലയിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മുടെ ഹെയറിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഓയിലി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സിമ്പിളായിരിക്കും. ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയറിൽ തേക്കുവാണ്. ഞാൻ ഓരോ സെക്ഷനായിട്ട് എടുത്ത് അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ, എന്നാലേ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ. ഇത് ഞാൻ ഓരോ സൈഡും വകഞ്ഞ് മാറ്റിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഓരോ സൈഡും ഇങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്, ഓരോ സൈഡും. ഇതിങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് നന്നായിരുന്നു. പക്ഷെ എനിക്ക് മസാജ് ചെയ്യാനുള്ള ഇതൊന്നും കിട്ടിയില്ല, കാരണം തലയിൽ തേച്ചപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ കുറച്ച് സ്റ്റിക്കി പോലെ ആയിപ്പോയി, എന്നുവെച്ചാൽ അനങ്ങുന്നില്ലായിരുന്നു. അത് ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണത്. അപ്പം നിങ്ങളതിൽ കൂടുതൽ എടുക്കണമെന്നില്ല, ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് അധികമൊക്കെ എടുത്ത് തേക്കേണ്ടി വന്നു. എന്നാലും സ്കാൽപ്പിലായിട്ടുണ്ട്. ഇതിനകത്ത് വെളുത്തുള്ളിയും കൂടെ ചേർത്തേക്കുന്നത് കൊണ്ട് ആ ഉലുവയുടെ അത്ര സ്മെല്ലൊന്നും കിട്ടില്ല. ഈ വെളുത്തുള്ളി ചേർത്തില്ലായിരുന്നെങ്കിൽ ഉലുവയുടെ നല്ല സ്മെല്ല് കിട്ടിയേനെ നമുക്ക്. അതുമല്ല, വെളുത്തുള്ളി ചേർത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ ഈര, പേന്, പിന്നെ താരൻ, ഇതൊക്കെ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ ആ ഒരു
സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഇത് പോകുമെന്നാണ് പറയണത്. അപ്പോൾ ഇത് ചേർത്താൽ നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. തലയ്ക്ക് നമ്മുടെ ഹെയറിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് ഈ ഉലുവ, വെളുത്തുള്ളി ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇതും കൂടെ ചേർത്താൽ നന്നായിരിക്കും. ഒരു കോമ്പ് കൊണ്ട് ഈരിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കണ്ട് ഞാൻ ചെയ്തപ്പോൾ കുറച്ചധികം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എന്തുമാത്രം ഇതാണ് ചെയ്തേക്കുന്നതെന്ന്. നിങ്ങളിത് ചെയ്യുമ്പോൾ വളരെ കുറച്ചെടുക്കാൻ നോക്കുക കേട്ടോ. എന്നെപ്പോലെ മണ്ടത്തരം കാണിക്കരുത്. ഞാൻ കുറേ എടുത്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ ഫേസിൽ ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോയിലായതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ പറ്റാത്തത്. ഇതാകാത്ത സ്ഥലത്ത് ശരിക്കും ആയിട്ടുണ്ട്. എനിക്കതൊന്ന് തേക്കാൻ പറ്റാഞ്ഞിട്ടാണ്. അപ്പോൾ അത് ആയിട്ടുണ്ട്. വീഡിയോയിൽ തോന്നുന്നതാണ് എല്ലായിടത്തും ആയില്ലെന്ന്. കണ്ട എൻ്റെ ഫുൾ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ എല്ലാം ഇങ്ങനെ മുട്ടത്തലച്ചിനെപ്പോലെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരുന്നു വെച്ചാൽ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹെയറിൻ്റെ ഡിഫറൻസും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ചെറിയ ഓയിലി ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ശരിക്കും ഷൈനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നന്നായിട്ട് കോംബ് ചെയ്യുക, കാരണം ആ ഉലുവയുടെ ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് കോംബ് ചെയ്യാൻ നോക്കുക. എൻ്റെ ഒരു വാവ വന്നു നോക്കുമായിരുന്നു. അയാൾ വെറുതെ വാശി പിടിച്ച് എന്നിട്ട് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ബൈ.